Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. The first day of teaching is something every teacher remembers. പഠിപ്പിച്ച ആദ്യ ദിവസം എല്ലാ അധ്യാപകരുടെയും മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഓർമ്മയാണ്. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. മൈൻ, എൻ്റേത്, എൻ്റെ ആദ്യ ദിവസം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ആസ് ഇഫ് എന്നാൽ എന്ന പോലെ എന്നുള്ള അർത്ഥമാണ്. ആസ് ഇഫ് ഇറ്റ് ഹാപ്പൻഡ് യെസ്റ്റർഡേ, യെസ്റ്റർഡേ എന്നാൽ ഇന്നലെ. എൻ്റെ ആദ്യ ദിവസം ഇന്നലെ നടന്നതുപോലെ ഇന്നും ഞാൻ വ്യക്തമായി ഓർമ്മിക്കുന്നു. ദ ക്ലാസ് റൂം സ്മെൽഡ്, സ്മെൽ എന്നാൽ മണക്കുക. ദ ക്ലാസ് റൂം സ്മെൽഡ്, ക്ലാസ് റൂമിൽ മണമുണ്ടായിരുന്നു. ഫെയിൻ്റ്ലി ഓഫ് ചോക്ക്, ഫെയിൻ്റ്ലി എന്നാൽ ഇവിടെ അർത്ഥം ചെറിയ തോതിൽ എന്നുള്ള അർത്ഥമാണ്. ചോക്ക് എന്നാൽ ബോർഡിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്ക്, അതാണ്. ക്ലാസ് റൂമിൽ ചോക്കിൻ്റെ നേരിയ മണം ഉണ്ടായിരുന്നു. ആൻഡ് ദ ഡെസ്ക്സ്, ഡെസ്ക് എന്നാൽ എഴുത്തുമേശ, ഡെസ്ക്സ് എഴുത്തുമേശകൾ. പോളിഷ് എന്നാൽ മിനുക്കുക എന്നുള്ള അർത്ഥമാണ്. ഡെസ്കുകൾ മിനുക്കിയിട്ടുള്ളതായിരുന്നു. ഡെസ്ക്സ് വേർ പോളിഷ്ഡ്, ഡെസ്കുകൾ മിനുക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് പക്ഷേ, വോൺ ബൈ മെനി സ്മോൾ ഹാൻഡ്സ് ഓവർ ദ ഇയേഴ്സ്. വെയർ എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് വോൺ. വെയർ എന്നാൽ സാധാരണ അർത്ഥം ധരിക്കുക എന്നുള്ള അർത്ഥമാണ്, അണിയുക. ഇവിടെ അർത്ഥം തേയ്മാനം സംഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. വെയർ തേയ്മാനം സംഭവിക്കുക. ബൈ മെനി സ്മോൾ ഹാൻഡ്സ് ഒരുപാട് ചെറിയ കൈകൾ കൊണ്ട്. ഓവർ ദി ഇയേഴ്സ് വർഷങ്ങളായി. ഡെസ്കുകൾ മിനുക്കിയതായിരുന്നു, എങ്കിലും വർഷങ്ങളായി നിരവധി കുട്ടികൾ ചെറിയ കൈകൾ സ്പർശിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതിനാൽ അവ തേഞ്ഞു പോയിരുന്നു. ആ മിനുക്കുകൾ തേഞ്ഞു പോയിരുന്നു. 20 ബ്രൈറ്റ് യങ് ഫേസസ്, ബ്രൈറ്റ് എന്നാൽ ബുദ്ധിശാലിയായ, തിളക്കമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. തിളക്കമുള്ള മുഖങ്ങളുള്ള 20 യുവമുഖങ്ങൾ, 20 ചെറിയ കുട്ടികൾ. ലുക്ക്ഡ് അറ്റ് മീ, എന്നെ നോക്കി. വിത്ത് ക്യൂരിയോസിറ്റി, ക്യൂരിയോസിറ്റി എന്നാൽ ജിജ്ഞാസ എന്നുള്ള അർത്ഥമാണ്, കൗതുകം. ബുദ്ധിശാലികളായ 20 ചെറിയ കുട്ടികൾ, ചെറിയ വിദ്യാർത്ഥികൾ കൗതുകത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. സം സ്മൈലിംഗ്, ചിലർ പുഞ്ചിരിച്ചുകൊണ്ട്. സം ഷൈ, ചിലർ ലജ്ജിച്ചുകൊണ്ട്. ഐ റോട്ട്, ഞാൻ എഴുതി. മൈ നെയിം, എൻ്റെ പേര്, ഞാൻ എൻ്റെ പേര് എഴുതി. ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ആൻഡ് ടേൺ, എഴുതിയതിന് ശേഷം തിരിഞ്ഞു. ടു ദം, അവരുടെ മുഖത്തേക്ക്, അവർക്ക് നേർക്ക് തിരിഞ്ഞു, കുട്ടികളുടെ നേർക്ക്. വിത്ത് എ സ്മൈൽ, ഒരു പുഞ്ചിരിയോടുകൂടെ. ഞാൻ എൻ്റെ പേര് ബ്ലാക്ക് ബോർഡിൽ എഴുതി, കുട്ടികളുടെ മുഖത്തേക്ക് ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു. മൈ നെയിംസ് മിസ് ക്ലാര, എൻ്റെ പേര് ക്ലാര എന്നാണ്. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ആം യുവർ ന്യൂ ടീച്ചർ, ഞാൻ നിങ്ങളുടെ പുതിയ അധ്യാപികയാണ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദിസ് ഇയർ വിത്ത് യു. ലുക്ക് ഫോർവേഡ് ടു എന്നാൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ദിസ് ഇയർ എന്നാൽ ഈ വർഷം. വിത്ത് യു, നിങ്ങളോടൊപ്പം ഈ വർഷം ചിലവഴിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദാറ്റ്സ് വെൻ, ആ സമയത്താണ്. ഐ നോട്ടീസ്ഡ് ഹിം, നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക. ആ സമയത്താണ് ഞാൻ അവനെ ശ്രദ്ധിച്ചത്. ഹിസ് നെയിം വാസ് ടോമി, അവൻ്റെ പേര് ടോമി എന്നായിരുന്നു. സംതിങ് എബൌട്ട് ഹിസ് അപ്പിയറൻസ് മെയ്ഡ് മീ അൺകംഫർട്ടബിൾ. അൺകംഫർട്ടബിൾ എന്നാൽ അസ്വസ്ഥമായ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന. അപ്പിയറൻസ് എന്നാൽ ബാഹ്യരൂപം എന്നുള്ള അർത്ഥമാണ്. ഹിസ് അപ്പിയറൻസ്, അവൻ്റെ ബാഹ്യരൂപം. സംതിങ് എന്നാൽ എന്തോ ഒന്ന്. ഹിസ്, അവൻ്റെ. അപ്പിയറൻസ് രൂപഭാവം, കാഴ്ച, രൂപം എന്നൊക്കെയാണ്. മെയ്ഡ് എന്നാൽ ആക്കി എന്നുള്ള അർത്ഥം. മെയ്ഡ് മീ എന്നാൽ എന്നെ ആക്കി. അൺകംഫർട്ടബിൾ, അസ്വസ്ഥനാക്കി, സുഖകരമില്ലാത്ത അവസ്ഥ തോന്നിച്ചു. അവൻ്റെ രൂപഭാവത്തിൽ എന്തോ ഒന്ന് എന്നെ അസ്വസ്ഥമാക്കി. ഐ കൺഫസ്, ഇവിടെ കൺഫസ് എന്നതിനെ വിലയിരുത്തുക എന്നുള്ള അർത്ഥം. ഐ കൺഫസ്, ഞാൻ വിലയിരുത്തി. ഐ ജഡ്ജഡ് ഹിം, ജഡ്ജ് എന്നാൽ ഇവിടെ വിധിച്ചു എന്നുള്ള അർത്ഥമാണ്, വിധി പറയുക. ജഡ്ജഡ്, വിധി പറഞ്ഞു. റൈറ്റ് അവേ എന്നാൽ ഉടനെ തന്നെ. ഞാൻ അവനെ കണ്ടയുടനെ തന്നെ ഞാൻ അവനെക്കുറിച്ചൊരു തെറ്റായ ധാരണ രൂപപ്പെടുത്തി. വെൻ ഹി സ്പോക്ക് ഇൻ ക്ലാസ്,
അവൻ ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ ആ സമയത്ത് ഐ സൈഡ് ഞാൻ നെടുവീർപ്പിട്ടു. വെൻ ആ സമയത്ത് വെൻ ഹി ഹാൻഡിഡ് മീ ഹിസ് പേപ്പർ അവൻ അവൻ്റെ പേപ്പർ എനിക്ക് കൈമാറിയപ്പോൾ ആ സമയത്ത് ഐ ഫ്രൗണ്ട് ഞാൻ നെറ്റിച്ചുളിച്ചു. ഐ ഫൗണ്ട് മൈസെൽഫ് ഞാൻ കണ്ടെത്തി, ഞാൻ മനസ്സിലാക്കി. ഗിവിങ് മോർ അറ്റൻഷൻ ടു ദ ക്ലീനർ ബ്രൈറ്റർ ചിൽഡ്രൻ. ക്ലീനർ എന്നാൽ കൂടുതൽ വൃത്തിയുള്ള, ബ്രൈറ്റർ എന്നാൽ കൂടുതൽ മിടുക്കരായ ബുദ്ധിശാലികളായ കുട്ടികൾ. ചിൽഡ്രൻ കുട്ടികൾ, ബ്രൈറ്റർ ചിൽഡ്രൻ ബുദ്ധിശാലികളായ കുട്ടികൾ. അറ്റൻഷൻ എന്നാൽ ശ്രദ്ധ. കൂടുതൽ വൃത്തിയുള്ളവരും മിടുക്കരുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ സ്വയം കണ്ടെത്തി. വിത്തൗട്ട് ഈവൻ റിയലൈസിങ് ഇറ്റ്. റിയലൈസ് എന്നാൽ മനസ്സിലാകുക, റിയലൈസിങ്. വിത്തൗട്ട് ഈവൻ റിയലൈസിങ് മനസ്സിലാക്കാതെ. ഐ പുഷ്ഡ് ടോമി അവേ. ഇതിനർത്ഥം ഇവിടെ അർത്ഥം അവഗണിക്കുക എന്നുള്ള അർത്ഥമാണ്. പുഷ് അവേ, ഞാൻ ടോമിയെ അവഗണിച്ചു. വൃത്തിയുള്ളവരും മിടുക്കരുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അത് ഞാൻ തിരിച്ചറിയാതെ ഞാൻ ടോമിയെ അകറ്റി നിർത്തി. സ്വയം അറിയാതെ തന്നെ ഞാൻ ടോമിയെ എന്നിൽ നിന്നും അകറ്റി. വീക്സ് പാസ്റ്റ് ആഴ്ചകൾ കടന്നുപോയി. ആൻഡ് മൈ ഇറിറ്റേഷൻ. ഇറിറ്റേഷൻ എന്നുള്ള അർത്ഥം രോഷം എന്നുള്ള അർത്ഥമാണ്, അസ്വസ്ഥത. വിത്ത് ഹിം അവനോടുള്ള. ഗ്രൂ എന്നാൽ വളർന്നു. ആഴ്ചകൾ കടന്നു പോയി. അവനോടുള്ള എൻ്റെ അസ്വസ്ഥത കൂടി വന്നു, വർദ്ധിച്ചു. ദെൻ അങ്ങനെ. കെയിം ദ ഡേ. ദെൻ കെയിം ദ ഡേ ദിവസം വന്നെത്തിയപ്പോൾ. ആ സമയത്ത് വെൻ ആ സമയത്ത് ഐ വാസ് ടോൾഡ് എന്നോട് പറഞ്ഞു, എന്നോട് ആവശ്യപ്പെട്ടു. ടു റിവ്യൂ. റിവ്യൂ എന്നാൽ അവലോകനം ചെയ്യുക. ടു റിവ്യൂ അവലോകനം ചെയ്യാൻ. ഈച്ച് ചൈൽഡ്സ് ഓരോ കുട്ടിയുടെയും. പാസ്റ്റ് റെക്കോർഡ്സ്. പാസ്റ്റ് റെക്കോർഡ്സ് എന്നാൽ മുൻകാല രേഖകൾ. അങ്ങനെ ഓരോ കുട്ടിയുടെയും മുൻകാല രേഖകൾ അവലോകനം ചെയ്യാൻ എന്നോട് പറഞ്ഞ ആ ദിവസം വന്നെത്തി. ആസ് ഐ സാറ്റ് അറ്റ് മൈ ഡെസ്ക് ദാറ്റ് ഈവനിങ്. ആസ് ഐ സാറ്റ് ഞാൻ ഇരിക്കുകയായിരുന്ന സമയത്ത്. ദാറ്റ് ഈവനിങ് അന്ന് വൈകുന്നേരം. അറ്റ് മൈ ഡെസ്ക് എൻ്റെ ഡെസ്കിൽ ഞാൻ അന്ന് വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത്. ദ റൂം ക്വയറ്റ് ശാന്തമായ മുറിയിൽ. ഐ ഓപ്പൺഡ് ടോമീസ് ഫയൽ. ടോമിയുടെ ഫയൽ ഞാൻ തുറന്നു. അന്ന് വൈകുന്നേരം നിശബ്ദമായിരുന്ന മുറിയിൽ എൻ്റെ മേശയ്ക്കരികിൽ ഇരുന്ന് ഞാൻ ടോമിയുടെ ഫയൽ തുറന്നു. ഹിസ് അവൻ്റെ ഫസ്റ്റ് ഗ്രേഡ് ടീച്ചർ ഹാഡ് റിട്ടൺ. അവൻ്റെ ഫസ്റ്റ് ഗ്രേഡ് ടീച്ചർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഫയലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹാഡ് റിട്ടൺ എന്നാൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ടോമി ഈസ് എ ബ്രൈറ്റ് ചൈൽഡ്. ടോമി ഒരു ബുദ്ധിശാലിയായ കുട്ടിയാണ്. ഓൾവേസ് ചിയർഫുൾ എപ്പോഴും ഉത്സാഹമുള്ളവനാണ്. വർക്ക്സ് നീറ്റ്ലി വൃത്തിയായി കാര്യങ്ങൾ ചെയ്യുന്നു. നീറ്റ്ലി എന്നാൽ വൃത്തിയായി വെടിപ്പോടെ ചെയ്യുന്നവനാണ്. ഹാസ് മെനി ഫ്രണ്ട്സ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവൻ്റെ 1-ാം ക്ലാസ്സിലെ അധ്യാപിക എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയായിരുന്നു. ടോമി ബുദ്ധിശാലിയായ ഒരു കുട്ടിയാണ്. എപ്പോഴും സന്തോഷവാനാണ്. വൃത്തിയായി ജോലി ചെയ്യുന്നു. അവന് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഇതൊക്കെയാണ് ആ ഫയലിൽ അവൻ്റെ ആദ്യത്തെ അധ്യാപിക എഴുതിയിട്ടുണ്ടായിരുന്നത്. ഐ ബ്ലിങ്ക്ഡ് ഇൻ സർപ്രൈസ്. ബ്ലിങ്ക് എന്നാൽ കണ്ണു ചിമ്മുക. ഞാൻ അത്ഭുതത്തോടെ കണ്ണിമ ചിമ്മി. ഞാൻ അമ്പരന്ന് കണ്ണു ചിമ്മി. ബ്രൈറ്റ് ചിയർഫുൾ ബുദ്ധിമാനായ ഉത്സാഹമുള്ളവനോ. വാസ് ദിസ് സെയിം ബോയ് ഇതേ പയ്യനോ. ഹിസ് സെക്കൻഡ് ഗ്രേഡ് ടീച്ചർ റോട്ട്. അവൻ്റെ 2-ാം ക്ലാസ്സിലെ അധ്യാപിക എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. ടോമി ഈസ് എൻ എക്സലൻറ്റ് സ്റ്റുഡൻറ്റ്. എക്സലൻ്റ് എന്നാൽ മികച്ച. ടോമി ഒരു മികച്ച വിദ്യാർത്ഥിയാണ്. ലവ്ഡ് ബൈ എവരി വൺ എല്ലാവരും അവനെ സ്നേഹിക്കുന്നു. ബട്ട് പക്ഷേ ഹിസ് മദർ ഈസ് വെരി ഇൽ അവൻ്റെ അമ്മ രോഗിയാണ്. ഇൽ എന്നാൽ അസുഖമായ, രോഗിയായ ഇതൊക്കെയാണ് അർത്ഥം. അവനൊരു മികച്ച വിദ്യാർത്ഥിയാണ്. എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് ഗുരുതരമായ ഒരു രോഗമുണ്ട്. ലൈഫ് അറ്റ് ഹോം ഈസ് ബിക്കമിങ് ഡിഫിക്കൽട്ട്. വീട്ടിലെ ജീവിതം കൂടുതൽ പ്രയാസകരമായിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കമിങ് എന്നാൽ ആയിക്കൊണ്ടിരിക്കുക. ഡിഫിക്കൽട്ട് എന്നാൽ ബുദ്ധിമുട്ട്. ഐ ഫെൽറ്റ് മൈ ചെസ്റ്റ് ടൈറ്റൻ. ടൈറ്റൻ എന്നാൽ മുറുകുക എന്നുള്ള അർത്ഥമാണ്, ഇറുകുക. ഫെൽറ്റ് എന്നാൽ തോന്നി.
എൻ്റെ നെഞ്ചിൽ ഒരു മുറുക്കം അനുഭവപ്പെട്ടു. ഫെൽറ്റ് എന്നാൽ അനുഭവപ്പെട്ടു. ദ തേർഡ് ഗ്രേഡ് ടീച്ചേഴ്സ് നോട്ട് സെഡ്. മൂന്നാം തരത്തിലെ അധ്യാപികയുടെ കുറിപ്പിൽ പറയുന്നത് ഇതാണ്. മദേഴ്സ് ഡെത്ത്, അമ്മയുടെ മരണം, ഹാസ് ബീൻ വെരി ഹാർഡ് ഓൺ ഹിം. ഹാർഡ് എന്നാൽ പ്രയാസം. അമ്മയുടെ മരണം അവനെ വളരെയധികം തളർത്തിയിരിക്കുകയാണ്. അത് അവന് വളരെ മാനസികമായിട്ടുള്ള ആഘാതമുണ്ടാക്കി. അതാണ് അർത്ഥം. മദേഴ്സ് ഡെത്ത് ഹാസ് ബീൻ വെരി ഹാർഡ് ഓൺ ഹിം. ഹീ ട്രൈസ് ഹിസ് ബെസ്റ്റ്. അവൻ പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ ഹിസ് ഫാദർ, അവൻ്റെ അച്ഛൻ, ഷോസ് കാണിക്കുന്നത് ലിറ്റിൽ ഇൻട്രസ്റ്റ്. പക്ഷേ അവൻ്റെ അച്ഛൻ ഒരു ചെറിയ താല്പര്യം മാത്രമാണ് അവനോട് കാണിക്കുന്നത്. അവൻ നന്നായി ശ്രമിക്കുന്നു. അവൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അച്ഛൻ അവനധികം ശ്രദ്ധിക്കുന്നില്ല. ഹോം ലൈഫ് ഈസ് എംപ്റ്റി. വീട്ടിലെ ജീവിതത്തിൽ സന്തോഷമോ സ്നേഹമോ ഇല്ല. അത് വളരെ വിരസവും ശൂന്യവുമാണ്. ബൈ ദ ഫോർത്ത് ഗ്രേഡ് ദ കൊമെൻറ്റ് വാസ് ടോമി ഈസ് വിത്ത്ഡ്രോൺ. നാലാം തരത്തിലെ അവനെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ ടീച്ചർ എഴുതിയിട്ടുള്ളത്, അതിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൽ പറയുന്നത് ഇതാണ്. ടോമി ഈസ് വിത്ത്ഡ്രോൺ. വിത്ത്ഡ്രോ എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് വിത്ത്ഡ്രോൺ. വിത്ത്ഡ്രോ എന്നുള്ള അർത്ഥം ഉൾവലിയുക എന്നുള്ള അർത്ഥമാണ്. അതായത് മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുക, അധികം മിണ്ടാതിരിക്കുക. ടോമി മറ്റുള്ളവരുമായിട്ട് അധികം ഇടപഴകുന്നില്ല. ഡസിൻറ്റ് ടോക്ക് മച്ച്. അവൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നോ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ്. പഠനത്തിൽ യാതൊരു താല്പര്യവുമില്ല. പഠനത്തിൽ വലിയ താല്പര്യമില്ല. പുരോഗതിയെക്കുറിച്ച് വളരെ കുറച്ച് പ്രതീക്ഷയേ ഉള്ളൂ. അവൻ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ വളരെ കുറവാണ്. ഇതാണ് നാലാം തരത്തിലുള്ള ടീച്ചർ അവനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഐ പുട്ട് ഡൗൺ. ഞാൻ വച്ചു, ഞാൻ താഴെ വെച്ചു. ദ ഫയൽ. ഞാൻ ഫയൽ താഴെ വച്ചു. ആൻഡ് പ്രസ്ഡ് മൈ ഹാൻഡ്സ് എഗെയിൻസ്റ്റ് മൈ ഫേസ്. എഗെയിൻസ്റ്റ് മൈ ഫേസ് എന്നാൽ എൻ്റെ മുഖത്തിന് എതിരായിട്ട്. പ്രസ്ഡ് എന്നാൽ അമർത്തി. എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ മുഖത്ത് അമർത്തി. ഞാൻ ഫയൽ താഴെ വച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് കൈകൾ കൊണ്ട് അമർത്തി. ടിയേഴ്സ് ഫിൽഡ് മൈ ഐസ്. എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഞാൻ എത്രമാത്രം തെറ്റിദ്ധാരണയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഞാൻ എത്രമാത്രം അന്ധയായിരുന്നു, അന്ധത ബാധിച്ചവളായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. അതായത് എത്രമാത്രം വലിയ തെറ്റിദ്ധാരണയായിരുന്നു എനിക്ക് അവനെക്കുറിച്ച് ഉണ്ടായിരുന്നത്. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ചൈൽഡ്, ഈ കുട്ടി, വാസ് നോട്ട് കെയർലെസ് ഓർ ലേസി. ലേസി എന്നാൽ മടിയനായ, കെയർലെസ് എന്നാൽ ശ്രദ്ധയില്ലാത്ത. ഈ കുട്ടി അശ്രദ്ധനോ മടിയനോ ആയിരുന്നില്ല. ഈ കുട്ടി അലംഭാവമുള്ളവനോ മടിയനോ അല്ലായിരുന്നു. ഹി വാസ് ബ്രോക്കൺ. അവൻ മാനസികമായി തകർന്നു പോയിരുന്നു. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് മദർ. അവന് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് പനിഷ്ഡ് ഹിം ഫോർ ഹിസ് ഗ്രീഫ്. ഗ്രീഫ് എന്നാൽ ദുഃഖം എന്നുള്ള അർത്ഥമാണ്. പനിഷ് എന്നാൽ ശിക്ഷിക്കുക. അമ്മയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ അവൻ കഴിയുകയായിരുന്നു. ആ ദുഃഖം മനസ്സിലാക്കാതെ ഞാൻ അവനെ ശിക്ഷിക്കുകയായിരുന്നു. ഷെയിം വാഷ്ഡ് ഓവർ മീ. ഷെയിം എന്നാൽ ലജ്ജ, നാണക്കേട്, ഇതൊക്കെയാണ് അർത്ഥം. എനിക്ക് ലജ്ജ തോന്നി. ലജ്ജ എന്നെ ആകെ മൂടിക്കളഞ്ഞു. ഇതൊക്കെയാണ് അർത്ഥം. ഷെയിം വാഷ്ഡ് ഓവർ മീ. ഫ്രം ദാറ്റ് ഡേ, ആ ദിവസം മുതൽ തൊട്ട്, ഐ ചേഞ്ച്ഡ്, ഞാൻ മാറി, സ്ലോലി, സാവധാനം, ഐ ഗേവ്, ഞാൻ നൽകി, ഐ ഗേവ് ടോമി, ടോമിക്ക് ഞാൻ നൽകി, മോർ ഓഫ് മൈ ടൈം, ടോമിക്ക് ഞാൻ എൻ്റെ കൂടുതൽ സമയം ടോമിക്ക് ഞാൻ നൽകി. ആ ദിവസം മുതൽ തൊട്ട്. ഐ ഇൻകറേജ്. ഇൻകറേജ് എന്നാൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അർത്ഥം, ധൈര്യപ്പെടുത്തുക. ഐ എൻകറേജ്ഡ്, ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു വിത്ത് സ്മോൾ വേർഡ്സ് ഓഫ് പ്രൈസ്. പ്രൈസ് എന്നാൽ പുകഴ്ത്തൽ, പ്രശംസ, ഇതൊക്കെയാണ് അർത്ഥം. ഞാൻ അവനെ ചെറിയ പ്രശംസാ വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. വെൻ ഹീ ട്രൈഡ്, അവൻ ശ്രമിച്ച സമയത്ത്, ഈവൻ എ ലിറ്റിൽ, ചെറിയ തോതിൽ പോലും അവൻ ശ്രമിച്ച സമയത്തും, ഐ നോട്ടീസ്ഡ് ഇറ്റ്, ഞാൻ അവനെ ശ്രദ്ധിച്ചു. അവൻ ചെയ്യുന്ന അവൻ്റെ ആ ചെറിയ പരിശ്രമങ്ങളെ ഞാൻ ശ്രദ്ധിച്ചു. നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക. നോട്ടീസ്ഡ്, ശ്രദ്ധിച്ചു. അറ്റ് ഫസ്റ്റ്, ആദ്യത്തിൽ, ഹിസ് ഐസ് വേർ ഡൗട്ട്ഫുൾ. ഡൗട്ട്ഫുൾ എന്നാൽ സംശയമുള്ള എന്നുള്ള അർത്ഥമാണ്, സംശയകരമായ. ആദ്യം അവൻ്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞിരുന്നു. അറ്റ് ഫസ്റ്റ് ഹിസ് ഐസ് വേർ ഡൗട്ട്ഫുൾ. ആസീഫ്, ആസീഫ് എന്നാൽ എന്ന പോലെ എന്നുള്ള അർത്ഥമാണ്. ആസീഫ് വെയിറ്റിംഗ് ഫോർ മീ ടു സ്കോൾഡ് ഹിം അഗൈൻ. അഗൈൻ എന്നാൽ വീണ്ടും, സ്കോൾഡ് എന്നാൽ ശകാരിക്കുക.
ഞാൻ വീണ്ടും അവനെ ശകാരിക്കുമെന്നു കരുതി അവൻ കാത്തിരിക്കുന്നത് പോലെയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ സംശയമായിരുന്നു. സംശയം അവൻ്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. ബട്ട് എന്നാൽ സൂൺ വൈകാതെ ഐ സോ എ സ്പാർക്ക്. ഐ സോ ഞാൻ കണ്ടു. എ സ്പാർക്ക്. ഇവിടെ സ്പാർക്ക് എന്നതിന് ചെറിയ പ്രതീക്ഷയുടെ കിരണം എന്നുള്ള അർത്ഥമാണ്. ഒരു പ്രതീക്ഷയുടെ അധികം വൈകാതെ ഞാൻ ഒരു പ്രതീക്ഷയുടെ കിരണം കണ്ടു. ക്രിസ്മസ് കെയിം. ക്രിസ്മസ് വന്നെത്തി. ദ ചിൽഡ്രൻ കുട്ടികൾ. ദ ചിൽഡ്രൻ ബ്രോട്ട് കുട്ടികൾ കൊണ്ടുവന്നു. ദ ചിൽഡ്രൻ ബ്രോട്ട് മീ കുട്ടികൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. ഗിഫ്റ്റ്സ് സമ്മാനങ്ങൾ കുട്ടികൾ എനിക്ക് കൊണ്ടുവന്നു. ഈച്ച് ഓരോന്നും ഓരോ സമ്മാനങ്ങളും. റാപ്ഡ് പൊതിഞ്ഞിട്ടുണ്ട്. റാപ്പ് എന്നാൽ പൊതിയുക. പൊതിഞ്ഞിട്ടുണ്ട് വിത്ത് ബ്രൈറ്റ് പേപ്പർ ആൻഡ് റിബൺസ്. റിബൺ എന്നാൽ തുണിക്കീറ്, പട്ടുനാട. ബ്രൈറ്റ് എന്നാൽ ഇവിടെ വർണ്ണശബളമായ എന്നുള്ള അർത്ഥമാണ്, തിളക്കമുള്ള. ക്രിസ്മസ് വന്നെത്തി. കുട്ടികൾ ഓരോരുത്തരും തിളക്കമുള്ള പേപ്പറിലും മനോഹരമായ റിബണുകളിലും പൊതിഞ്ഞ സമ്മാനങ്ങൾ എനിക്ക് കൊണ്ടുവന്നു. വെൻ ആ സമയത്ത്. വെൻ ടോമി വോക്ക്ഡ് അപ്പ് ഷൈലി. ഷൈലി എന്നാൽ അർത്ഥം ലജ്ജയോടുകൂടെ എന്നുള്ള അർത്ഥമാണ്, നാണത്തോടെ. ടോമി നാണത്തോടെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഹി ഹാൻഡഡ് അവൻ കൈമാറി. മീ എനിക്ക് കൈമാറി എ സ്മോൾ പാക്കേജ്. പാക്കേജ് എന്നാൽ പൊതിക്കെട്ട് എന്നുള്ള അർത്ഥമാണ്. ഒരു ചെറിയ പൊതിക്കെട്ട് അവൻ എനിക്ക് കൈമാറി. റാപ്ഡ് പൊതിഞ്ഞ നിലയിലുള്ള. ഇനി എ ക്രംബിൾഡ് ബ്രൗൺ ബാഗ്. ക്രംബിൾഡ് എന്നാൽ ഇവിടെ അർത്ഥം ചുളിഞ്ഞിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്, ചുളിവുകൾ വീണ നിലയിലുള്ള. ബ്രൗൺ ബാഗ്. ബ്രൗൺ എന്നാൽ തവിട്ടു നിറമുള്ള. ടോമി നാണത്തോടെ എൻ്റെ അടുത്തേക്ക് വന്നു. ചുളിവുകൾ വീണ തവിട്ടു നിറമുള്ള പേപ്പറിൽ പൊതിഞ്ഞ ഒരു ചെറിയ പൊതിക്കെട്ട് അവൻ എനിക്ക് കൈമാറി. സം ചിൽഡ്രൻ ചില കുട്ടികൾ. ഗിഗിൾഡ്. ഗിഗിൾ എന്നുള്ള അർത്ഥം കുണുങ്ങിച്ചിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇത് കണ്ട സമയത്ത് ചില കുട്ടികൾ കുണുങ്ങിച്ചിരിച്ചു. ഇൻസൈഡ് അതിനകത്ത്. ഇൻസൈഡ് വാസ് എ ബ്രേസ്ലെറ്റ് വിത്ത് മിസ്സിംഗ് സ്റ്റോൺസ് ആൻഡ് എ ഹാഫ് യൂസ്ഡ് ബോട്ടിൽ ഓഫ് പെർഫ്യൂം. ബ്രേസ്ലെറ്റ് എന്നാൽ കൈവള. ബ്രേസ്ലെറ്റ് വിത്ത് മിസ്സിംഗ് സ്റ്റോൺസ് ഇതിനർത്ഥം കല്ലുകൾ നഷ്ടപ്പെട്ട നിലയിലുള്ള എന്നുള്ള അർത്ഥമാണ്. സ്റ്റോൺസ് എന്നാൽ കല്ലുകൾ. ഹാഫ് യൂസ്ഡ് ബോട്ടിൽ ഓഫ് പെർഫ്യൂം. പെർഫ്യൂം എന്നാൽ സുഗന്ധം. ഹാഫ് യൂസ്ഡ് എന്നാൽ പകുതി ഉപയോഗിച്ച എന്നുള്ള അർത്ഥമാണ്. അവൻ കൈമാറിയ ആ പൊതിക്കെട്ടിനുള്ളിൽ ചില അലങ്കാര കല്ലുകൾ നഷ്ടപ്പെട്ട ഒരു ബ്രേസ്ലെറ്റും പകുതി ഉപയോഗിക്കപ്പെട്ട ഒരു പെർഫ്യൂം കുപ്പിയും ഉണ്ടായിരുന്നു. ഐ ഹെൽഡ് ദം അപ്പ് ജെൻ്റ്ലി ആൻഡ് സ്മൈൽഡ്. ജെൻ്റ്ലി എന്നാൽ സാവധാനത്തിൽ, മൃദുവായി, ഇതൊക്കെയാണ് അർത്ഥം. സ്മൈൽഡ് എന്നാൽ പുഞ്ചിരിച്ചു. ഹെൽഡ് എന്നാൽ പിടിച്ചു. ഞാൻ അവകൾ പതുക്കെ ഉയർത്തിപ്പിടിച്ച് പുഞ്ചിരിച്ചു. ദം എന്നാൽ അവകൾ, ആ കുട്ടി നൽകിയിട്ടുള്ള വസ്തുക്കൾ. ഹൗ ലവ്ലി ടോമി, താങ്ക് യു. ടോമി ഇത് എത്രമാത്രം മനോഹരമാണ്, നന്ദി. ഐ സ്ലിപ്ഡ് ഞാൻ ധരിച്ചു. ഐ സ്ലിപ്ഡ് ദ ബ്രേസ്ലെറ്റ് ഓൺ ടു മൈ വ്രിസ്റ്റ്. വ്രിസ്റ്റ് എന്നാൽ കണങ്കൈ. എൻ്റെ കണങ്കൈയിൽ ആ കൈവള ഞാൻ ധരിച്ചു. ആൻഡ് ഡാബ് ദ പെർഫ്യൂം ഓൺ മൈ ഹാൻഡ്. ഡാബ് എന്നാൽ അർത്ഥം പുരട്ടുക എന്നുള്ള അർത്ഥമാണ്, പുരട്ടി. ദ പെർഫ്യൂം ഓൺ മൈ ഹാൻഡ് ആ കൈവള എൻ്റെ കൈമണിയിൽ ഞാൻ ധരിക്കുകയും പെർഫ്യൂം അല്പം എൻ്റെ കയ്യിൽ പുരട്ടുകയും ചെയ്തു. പെർഫ്യൂം എന്നാൽ സുഗന്ധം. ഓൺ മൈ ഹാൻഡ് എന്നാൽ എൻ്റെ കയ്യിൽ. ദ ചിൽഡ്രൻ ഫെൽ സൈലൻറ്റ് കുട്ടികൾ നിശബ്ദരായി. റിയലൈസ് എന്നാൽ മനസ്സിലാക്കുക. റിയലൈസിങ് മൈ ജോയ് വാസ് റിയൽ. ജോയ് എന്നാൽ സന്തോഷം. റിയൽ എന്നാൽ യഥാർത്ഥമായ. എൻ്റെ സന്തോഷം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി കുട്ടികൾ നിശബ്ദരായി. ദാറ്റ് ഡേ ആ ദിവസം. ആഫ്റ്റർ സ്കൂൾ വിട്ടതിന് ശേഷം. ടോമി ലിങ്കേർഡ് ബൈ മൈ ഡെസ്ക്. ലിങ്കർ എന്നാൽ അർത്ഥം തങ്ങുക, സമയം പാഴാക്കുക, പോകാൻ മടിച്ചു നിൽക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആ ദിവസം ടോമി സ്കൂൾ വിട്ടതിന് ശേഷം എൻ്റെ മേശയ്ക്കരികിൽ കുറച്ചു നേരം ഇരുന്നു. ലിങ്കേർഡ് എന്നാൽ പോകാതെ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു എന്നുള്ള അർത്ഥമാണ്. ഹിസ് ഐസ് വർ ഷൈനിങ് വിത്ത് ടീയേഴ്സ്. അവൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ഷൈൻ എന്നാൽ തിളങ്ങുക. ഹി വിസ്പേർഡ് അവൻ പതുക്കെ പറഞ്ഞു. വിസ്പർ എന്നാൽ മന്ത്രിക്കുക. ഹി വിസ്പേർഡ് അവൻ മന്ത്രിച്ചു. മിസ് ക്ലാര ടുഡേ യു സ്മെൽഡ്. ടുഡേ ഇന്ന്. യു സ്മെൽഡ് നിങ്ങൾ മണത്തു നോക്കി. ജസ്റ്റ് ലൈക്ക് മൈ മോം യൂസ് ടു.
ഇവിടെ യൂസ്ഡ് ടു എന്നാണ് എഴുതുമെങ്കിലും യൂസ് ടു എന്നാണ് വായിക്കുക. മൈ മോം യൂസ് ടു എന്നാൽ എൻ്റെ അമ്മ ചെയ്യാറുണ്ടായിരുന്ന പോലെ എന്നുള്ള അർത്ഥം. അമ്മ മുമ്പ് ചെയ്തിരുന്ന പോലെ, അതാണ് അർത്ഥം. ലൈക്ക് എന്നാൽ പോലെ. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന അതേ സുഗന്ധമായിരുന്നു. അതായത് അമ്മ ഉപയോഗിച്ചിരുന്ന സുഗന്ധമാണ് ക്ലാര ഉപയോഗിച്ചിട്ടുള്ളത്, അവൻ ടോമി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഉണ്ടായിരുന്ന അതേ വാസനയാണ് ഇന്ന് മിസ്സസ് ക്ലാരക്കും അധ്യാപികയായിട്ടുള്ള ക്ലാരക്കും ഉള്ളത്. മൈ ഹാർട്ട് ബ്രോക്ക്, എൻ്റെ ഹൃദയം തകർന്നു പോയി. ഐ ഹഗ്ഡ് ഹിം ടൈറ്റ്ലി, ഞാൻ അവനെ മുറുകെ ചേർത്ത് പിടിച്ചു. ടൈറ്റ്ലി എന്നാൽ ശക്തമായി, മുറുകെ ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. ഹഗ് എന്നാൽ ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് ഐ പ്രോമിസ്ഡ് മൈസെൽഫ്, ഞാൻ എനിക്കു തന്നെ വാക്കു നൽകി. പ്രോമിസ് എന്നാൽ വാക്കു നൽകുക. പ്രോമിസ്ഡ് മൈസെൽഫ്, ഞാൻ എനിക്ക് തന്നെ വാക്കു കൊടുത്തു. ഐ വുഡ് നെവർ ഫെയിൽ എന്നാൽ ഇവിടെ നിരാശപ്പെടുത്തുക, കൈവിടുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ വുഡ് നെവർ ഫെയിൽ ഹിം അഗെയിൻ, ഞാൻ വീണ്ടും അവനെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല, ഞാൻ അവനെ ഒരിക്കലും കൈവിടുകയില്ല എന്ന വാക്ക് ഞാൻ എനിക്കു തന്നെ നൽകി. ഫ്രം ദെൻ ഓൺ, അന്ന് മുതൽ തൊട്ട് ടോമി ബ്ലോസം എന്നുള്ള അർത്ഥം, ഇവിടെ അർത്ഥം പുരോഗതി കൈവരിക്കുക എന്നുള്ള അർത്ഥമാണ്. അന്ന് മുതൽ തൊട്ട് ടോമി പുരോഗതി കൈവരിച്ചു. ടോമി പുരോഗതി കൈവരിച്ചു. ഹി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാസ്, അവൻ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിച്ചു. ഹിസ് വർക്ക് ഗ്രൂ നീറ്റർ, ഇവിടെ വർക്ക് എന്നതിനർത്ഥം അവൻ്റെ പഠനവും അവൻ്റെ പ്രവർത്തനങ്ങളും എന്നുള്ള അർത്ഥമാണ്. ഗ്രൂ എന്നാൽ ആയിത്തീർന്നു എന്നുള്ള അർത്ഥമാണ്. ഗ്രോ എന്നാൽ വളരുക, ആവുക. ഇവിടെ ഗ്രൂ ആയിത്തീർന്നു, വളർന്നു. നീറ്റർ എന്നാൽ കൂടുതൽ വൃത്തിയായ എന്നുള്ള അർത്ഥമാണ്, കൂടുതൽ ക്രമമായ. അവൻ്റെ എഴുത്തും പഠന പ്രവർത്തനങ്ങളും കൂടുതൽ വൃത്തിയും ക്രമവും ഉള്ളതായി തീർന്നു. ഹിസ് സ്മൈൽ റിട്ടേൺഡ്, അവൻ്റെ പുഞ്ചിരി തിരിച്ചു വന്നു. അതർ ചിൽഡ്രൻ, മറ്റു കുട്ടികൾ നോട്ടീസ്ഡ് ശ്രദ്ധിച്ചു. ആൻഡ് ബിഗാൻ ഇൻക്ലൂഡിങ് ഹിം, നോട്ടീസ്ഡ് എന്നാൽ ശ്രദ്ധിച്ചു, ബിഗാൻ എന്നാൽ തുടങ്ങി. ഇൻക്ലൂഡ് എന്നാൽ ഇവിടെ ഉൾപ്പെടുത്തുക എന്നുള്ള അർത്ഥം. ബിഗാൻ ഇൻക്ലൂഡിങ് എന്നാൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. ഹിം എന്നാൽ അവനെ. മറ്റു കുട്ടികൾ അത് ശ്രദ്ധിക്കുകയും അവൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട അവൻ്റെ പുരോഗതി മറ്റു കുട്ടികൾ ശ്രദ്ധിക്കുകയും അവനെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു. മൈ ക്ലാസ് റൂം ഫെൽറ്റ് വാർമർ നോട്ട് ജസ്റ്റ് ഫോർ ഹിം ബട്ട് ഫോർ ഓൾ ഓഫ് us. ഫെൽറ്റ് എന്നാൽ അനുഭവപ്പെട്ടു. നോട്ട് ജസ്റ്റ് ഫോർ ഹിം അവന് മാത്രമല്ല, ബട്ട് ഫോർ ഓൾ ഓഫ് us ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു, തോന്നി. എൻ്റെ ക്ലാസ് മുറി അവന് മാത്രമല്ല, ഞങ്ങൾ എല്ലാവർക്കും കൂടുതൽ സ്നേഹവും സന്തോഷവും ഉള്ളതായി തോന്നി. വാർമ എന്നാൽ ഇവിടെ അർത്ഥം കൂടുതൽ ഊഷ്മളമായ, സ്നേഹപൂർണമായ, ഇതൊക്കെയാണ് അർത്ഥം. ഇയേഴ്സ് പാസ്റ്റ് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഐ ടോട്ട് മെനി ചിൽഡ്രൻ, ടീച്ച് എന്നാൽ പഠിപ്പിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ടോട്ട്. ഐ ടോട്ട് മെനി ചിൽഡ്രൻ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. പക്ഷേ ഐ നെവർ ഫോർഗോട്ട് ടോമി, പക്ഷെ ഞാൻ ഒരിക്കലും ടോമിയെ മറന്നില്ല. നെവർ ഫോർഗോട്ട് എന്നാൽ ഒരിക്കലും മറന്നില്ല. വൺ ഡേ ഒരു ദിവസം. ഐ റിസീവ്ഡ് എനിക്ക് ലഭിച്ചു. ഐ റിസീവ്ഡ് എ ലെറ്റർ ഇൻ ദ മെയിൽ ഒരു ദിവസം മെയിലിൽ എനിക്കൊരു കത്ത് ലഭിച്ചു. ഡിയർ മിസ് ക്ലാര, ഐ വാണ്ടഡ് യു ടു ബി ദ ഫസ്റ്റ് ടു നോ. ഈ കാര്യം ആദ്യം അറിയേണ്ടത് നിങ്ങളായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ഹാവ് ഫിനിഷ്ഡ് ഹൈസ്കൂൾ ഞാൻ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി. ഐ വാസ് തേർഡ് ഇൻ മൈ ക്ലാസ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ 3-ാം സ്ഥാനത്തായിരുന്നു. താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ യുവേഴ്സ് ടോമി. എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് നന്ദി. സ്നേഹപൂർവ്വം ടോമി. ഐ ക്രൈഡ് വിത്ത് ജോയ് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു. ജോയ് എന്നാൽ സന്തോഷം, വിത്ത് ജോയ് എന്നാൽ സന്തോഷം കൊണ്ട്. ഐ ക്രൈഡ് വിത്ത് ജോയ് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു. എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനദർ ലെറ്റർ കെയിം മറ്റൊരു കത്ത് വന്നെത്തി. ഡിയർ മിസ് ക്ലാര, ഐ വാണ്ടഡ് യു ടു നോ ഐ ഹാവ് ഫിനിഷ്ഡ് കോളേജ് ഞാൻ കോളേജ് പഠനം പൂർത്തിയാക്കിയ വിവരം നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ആൻഡ് ഇറ്റ് വാസ് ഹാർഡ്. അത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഐ മേഡ് ഇറ്റ്. പക്ഷേ ഞാൻ അത് കരസ്ഥമാക്കി. ഞാൻ കോളേജ് പഠനം പൂർത്തീകരിച്ചു. യു വർ ദ വൺ ഹു പുഷ്ഡ് മീ ടു ബിലീവ് ഐ കുഡ്. എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചത് നിങ്ങളാണ്. എന്നെ അതിലേക്ക് നയിച്ചത്, എനിക്ക് പ്രോത്സാഹനം തന്നത് നിങ്ങളാണ്. വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടോമി. കൃതജ്ഞതയോടെ ടോമി. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ കൃതജ്ഞത. ആൻഡ് ഫൈനലി അവസാനം, ദ ലെറ്റർ ദാറ്റ് ടച്ച്ഡ് മീ മോസ്റ്റ്. ഒടുവിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സ്പർശിച്ച മറ്റൊരു കത്ത് ലഭിച്ചു. ഡിയർ മിസ് ക്ലാര, ഐ ആം ഗെറ്റിംഗ് മാരീഡ് സൂൺ. ഞാൻ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ പോകുകയാണ്. ഞാൻ വൈകാതെ വിവാഹിതനാകാൻ പോകുകയാണ്. ഐ വുഡ് ബി ഓണേർഡ് ഇഫ് യു വുഡ് സിറ്റ് വേർ മൈ മദർ വുഡ് ഹാവ് സാറ്റ് അറ്റ് മൈ വെഡിങ്. ഐ വുഡ് ബി ഓണേർഡ്. എനിക്ക് വലിയ ബഹുമതിയായി ഞാൻ കരുതും. ഞാൻ വളരെ ബഹുമാനിക്കപ്പെടുന്നതായി എനിക്ക് തോന്നും. ഇഫ് യു വുഡ് സിറ്റ്, നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ. വേർ മൈ മദർ വുഡ് ഹാവ് സാറ്റ്, എൻ്റെ അമ്മ എവിടെയായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്, അവിടെ എന്നുള്ള അർത്ഥമാണ്. ആ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ. അറ്റ് മൈ വെഡിങ്, എൻ്റെ വിവാഹ ദിവസം. എൻ്റെ വിവാഹ ദിവസം എൻ്റെ അമ്മ ഇരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത് എനിക്കൊരു വലിയ ബഹുമതിയായിരിക്കും. ഓൺ ദ വെഡിങ് ഡേ, വിവാഹ ദിവസം. ആസ് ഐ ടുക്ക് മൈ പ്ലേസ് ഇൻ ദ ഫ്രണ്ട് റോ. വിവാഹ ദിവസം ഞാൻ എൻ്റെ മുൻനിരയിലെ എൻ്റെ സീറ്റിൽ ഇരുന്നു. ഐ വോ, ഞാൻ ധരിച്ചു. ദ ഓൾഡ് ബ്രേസ്ലെറ്റ് ഹീ ഹാഡ് ഗിവൻ മീ. ഹീ ഹാഡ് ഗിവൻ മീ എന്നാൽ അവൻ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്ന എന്നുള്ള അർത്ഥമാണ്. ടോമി എനിക്ക് സമ്മാനിച്ചിരുന്ന ആ പഴയ കൈവള ഞാൻ അഭിമാനത്തോടെ ധരിച്ചിരുന്നു. വോർ എന്നാൽ ധരിച്ചിരുന്നു. വെയർ എന്നതിൻ്റെ പാസ്റ്റാണ് വോ. മൈ ഹാൻഡ്സ് ട്രംബിൾഡ്, എൻ്റെ കൈകൾ വിറച്ചു. നോട്ട് വിത്ത് ഏജ്, പ്രായം ആയതുകൊണ്ടല്ല. പക്ഷേ വിത്ത് പ്രൈഡ്, അഭിമാനം കൊണ്ട് എൻ്റെ കൈ വിറച്ചു. ഐ വാച്ച്ഡ്, ഞാൻ അവനെ നിരീക്ഷിച്ചു. ടോൾ ആൻഡ് കോൺഫിഡൻറ്റ്, വെയിറ്റിംഗ് ഫോർ ഹിസ് ബ്രൈഡ്. ടോൾ എന്നാൽ ഉയരമുള്ള, കോൺഫിഡൻ്റ് എന്നാൽ ആത്മവിശ്വാസമുള്ള, ബ്രൈഡ് എന്നാൽ വധു. ഉയരവും ആത്മവിശ്വാസവും നിറഞ്ഞ അവൻ തൻ്റെ വധുവിനെ കാത്തു നിൽക്കുന്നത് ഞാൻ നോക്കി നിന്നു. വെൻ ദ സെറമണി വാസ് ഓവർ, ചടങ്ങ് അവസാനിച്ചപ്പോൾ, വിവാഹ ചടങ്ങ് അവസാനിച്ചപ്പോൾ. ഹീ ലീൻ ഡൗൺ ആൻഡ് വിസ്പേർഡ് ഇൻ മൈ ഇയർ. ലീൻ ഡൗൺ എന്നാൽ കുനിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അവൻ കുനിഞ്ഞുകൊണ്ട് എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. വിസ്പേർഡ് ഇൻ മൈ ഇയർ എന്നാൽ എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഫീൽ സ്പെഷ്യൽ. എന്നെ പ്രത്യേക വ്യക്തിയാണെന്ന് തോന്നിപ്പിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ. എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് നന്ദി. ഐ വിസ്പേർഡ് ബാക്ക്, ഞാൻ പതുക്കെ തിരിച്ച് അവൻ്റെ ചെവിയിൽ പറഞ്ഞു. യു വർ ദ വൺ ഹൂ ടോട്ട് മീ വാട്ട് ഇറ്റ് ട്രൂലി മീൻസ് ടു ബി എ ടീച്ചർ. ഐ വിസ്പേർഡ് ബാക്ക്, ഞാനും പതുക്കെ മറുപടി പറഞ്ഞു. ഒരു യഥാർത്ഥ അധ്യാപികയാകുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നെ പഠിപ്പിച്ചത് നീയാണ്. നീയായിരുന്നു. യു വർ ദ വൺ ഹൂ ടോട്ട് മീ വാട്ട് ഇറ്റ് ട്രൂലി മീൻസ് ടു ബി എ ടീച്ചർ. ഹൂ ടോട്ട് മീ എന്നാൽ എന്നെ പഠിപ്പിച്ച വ്യക്തി. ട്രൂലി എന്നാൽ യഥാർത്ഥത്തിൽ. ആൻഡ് ആസ് ഐ സാറ്റ് ദർ, ഞാൻ അവിടെ ഇരുന്ന ആ സമയത്ത്. ദ ലിറ്റിൽ ബോയ് വിത്ത് അൺടൈഡി ഹെയർ ആൻഡ് സാഡ് ഐസ് ഫെയ്ഡഡ് ഇൻ മൈ മെമ്മറി. മെമ്മറി എന്നാൽ ഓർമ്മ. ലിറ്റിൽ ബോയ് എന്നാൽ ചെറിയ ബാലൻ. അൺടൈഡി എന്നാൽ അലങ്കോലമായ, വൃത്തിയില്ലാത്ത. ഫെയ്ഡഡ് ഇൻ മൈ മെമ്മറി എന്നാൽ എൻ്റെ ഓർമ്മയിൽ മങ്ങിപ്പോയി എന്നുള്ള അർത്ഥമാണ്. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അലങ്കോലമായ മുടിയും ദുഃഖവും നിറഞ്ഞ കണ്ണുകളുള്ള ആ ചെറിയ ബാലൻ്റെ ചിത്രം എൻ്റെ ഓർമ്മയിൽ മങ്ങിപ്പോയി. റീപ്ലേസ്ഡ് ബൈ ദ മാൻ ഹൂ സ്റ്റുഡ് ബിഫോർ മീ. അതിന് പകരം എൻ്റെ മുന്നിൽ നിന്നിരുന്ന എ മാൻ ഹൂ ഹാഡ് ലേൺ ടു ഷൈൻ അഗെയിൻ. ടു ഷൈൻ അഗെയിൻ എന്നാൽ വീണ്ടും തിളങ്ങാൻ, വീണ്ടും ഉയരാൻ. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അലങ്കോലമായ മുടിയും ദുഃഖവും നിറഞ്ഞ കണ്ണുകളുള്ള ആ ചെറിയ ടോമിയുടെ ഓർമ്മ മങ്ങിപ്പോയി. അതിനു പകരം എൻ്റെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിന്ന, ജീവിതത്തിൽ വീണ്ടും തിളങ്ങാൻ പഠിച്ച ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്.